നിന്നെ സ്വീകരിച്ച ഞങ്ങൾ ലോകത്തിന് പ്രകാശം ജനത്തോട് ഈശോ പറഞ്ഞ വാക്കുകളാണ് ഇവ. യോന എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിയുമാണ് പ്രസംഗിച്ചത്. ഈശോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ഹൃദയ പരിവർത്തനം വഴി ഈ ബൈബിൾ കൺവെൻഷന്റെ കാതൽ വചന ശ്രവണത്തിലൂടെയുള്ള മനസാന്തരമാണ് ലക്ഷ്യം. ശ്രേഷ്ഠമായിരുന്നു. രാജാവ് ഉൾപ്പെടെ എല്ലാവരും വചനത്തിൽ യാത്ര ചെയ്ത് അവിടങ്ങളിൽ വാസമുറപ്പിച്ചു. വചന ശ്രവണം. സംശയമുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ അവസാന രംഗത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അവൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് അവരോട് പറഞ്ഞു, ഇരു കരങ്ങളും നീട്ടി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. സുവിശേഷം പറയുക, അവൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നാണ്. എന്ന് വെച്ചാൽ എന്താ? അവന്റെ കരങ്ങൾ മടങ്ങിയിട്ടില്ല. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കരങ്ങൾ ഇന്നും നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അനാഥരായിട്ടല്ല. ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ ദൈവം നമ്മോടുകൂടെ. സാധുവായ ഒരു സ്ത്രീയെ ഞാൻ പരിചയപ്പെടുത്താം. ദേവാലയത്തിലെ ഒരു വലിയ തിരക്കുള്ള ദിവസം ഈ സാധു സ്ത്രീ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പാത്തും പതുങ്ങിയും പ്രധാന വാതിലിൽ കൂടി കയറി കാണില്ല, സൈഡ് വാതിലിലൂടെ കയറി ഇറങ്ങി ദൈവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ മറ്റാരും കാണാതെ അവളുടെ കയ്യിലുള്ള, എന്നാൽ ഏറ്റവും വില കുറഞ്ഞ, അവളെ സംബന്ധിച്ച് ഏറ്റവും വിലയുള്ള ക്ലാവ് പിടിച്ചു കാണും ആ ചെമ്പിൻ തുട്ട് എടുത്ത് ഭണ്ഡാരപ്പെട്ടിയിട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ട് കണ്ണുകൾ എതിരെ നിൽക്കുന്നു. നമ്മുടെ കർത്താവ്
ഈ പാവപ്പെട്ട വിധവയെ കാണുന്നു, ഇത് സുവിശേഷത്തിന്റെ ഭാഗമാക്കുന്നു. കർത്താവ് പറയുന്നു, ഇവൾ മറ്റെല്ലാവരെയേക്കാൾ അധികമായി നിക്ഷേപിച്ചിരിക്കുന്നു. ഈ രംഗം ഇത് ദൈവത്തിന് പ്രീതികരമാണ്, ദൈവത്തിന് ആസ്വാദ്യകരമാണ്, ദൈവത്തിന് സ്വീകാര്യമാണ് എന്നത് ഓർമ്മിപ്പിക്കുവാൻ വിശുദ്ധ കുർബാനയിൽ മലങ്കര ക്രമത്തിൽ ഈ ഭാഗം ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ് ഓർമ്മിക്കുക: പാവപ്പെട്ട വിധവയുടെ ചെമ്പിൻ തുട്ടിനു തുല്യമതായി നിന്തിരു സഭയുടെ സുതരിൽ ഈ കുർബാനെ കൈക്കൊള്ളുക. പാവപ്പെട്ട വിധവയുടെ ചെമ്പിൻ തുട്ടുപോലെ നാഥ, ഈ കുർബാനയെ ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. യെരൂശലേം ദേവാലയത്തിലെ തിരക്ക് പിടിച്ച ദിവസത്തിലെ ആൾക്കൂട്ടത്തിനിടയിലെ വിധവയായ സ്ത്രീയുടെ ചെമ്പിൻ നാണയത്തെ കാണുവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ, മകനെ മകളെ, നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നീ കരുതുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനം: അവനിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതിരിക്കുവാൻ തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നാം ഇരിക്കുന്ന സ്ഥലം ഒരു വിശുദ്ധയുടെ ജീവിത സന്ദേശത്തിന്റെ പ്രതിഷ്ഠാ സ്ഥലമാണ്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിന്റെ സന്ദേശത്തിന്റെ പൊരുൾ തിരിച്ചറിയുവാൻ വേണ്ടി കൂടി ഈ അഭിഷേകാഗ്നി ഈ അൽഫോൻസ നഗറിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം ആഹ്ലാദത്തിന്റെ ദിനങ്ങൾ മാത്രമെന്ന് കരുതുമ്പോൾ ലോകത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്ന്, മനോഭാവങ്ങളിൽ നിന്ന് ക്രിസ്തീയതയ്ക്ക് എന്ത് വ്യത്യാസം? പൗലോസ് അപ്പോസ്തലന്റെ ക്രൂശിതനായ കർത്താവിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന വചനത്തിന് എന്ത് അർത്ഥം? ദുഃഖവെള്ളിയാഴ്ചയുടെ ജീവിതത്തിന്റെ സമർപ്പണമില്ലാതെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ലെന്ന് പരിശുദ്ധമായ ഒരു ജീവിതം ഇവിടെ പഠിപ്പിക്കുകയാണ്. ക്ലേശങ്ങൾ വരുമ്പോ ദൈവം കൂടെയില്ല എന്ന് കരുതരുത്, കൂടെയുണ്ട്. മനുഷ്യന്റെ സ്വഭാവം കൃത്യമായി പുറപ്പാട് പുസ്തകത്തിന്റെ 14-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു നാടാണ് പാല. അത് മറക്കണ്ട. ഇവിടെ എല്ലാത്തിനും നല്ല വിലയുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും റബ്ബറിന്റെ കാര്യം മാത്രമാണ് തിരുമേനി പറയുന്നത്. നല്ല, ഇവിടുത്തെ ക്രിസ്തീയ ജീവിതത്തിന് എന്ത് വിലയാണ്? ഞാൻ അഭിമന്യ പിതാവിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, അത് ഭാഗ്യവാക്കല്ല. ഇവിടുത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ വിലയാണ് വിശുദ്ധമായ ജീവിതങ്ങളുടെ ഒരു സാക്ഷ്യനിര. എനിക്ക് യാതൊരു സംശയവുമില്ല, അൽഫോൻസാമ്മ വിശുദ്ധയായി ഭാരതത്തിനും ലോകത്തിനും നമ്മുടെ സഭയ്ക്കും വലിയ ചൈതന്യം പകരുന്നെങ്കിൽ പുണ്യചരിതരായ മാതാപിതാക്കളുടെ, അൽഫോൻസാമ്മയുടെ മാത്രമല്ല, നമ്മുടെ ഈ പ്രദേശങ്ങളിലെ നമ്മുടെ മാതാപിതാക്കളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ സുതാര്യമായ ബന്ധം അതാണ്. വചനം ജീവിച്ചത്. അവര് കമന്ററി വായിച്ചു കാണത്തില്ല, അവര് മാധ്യമങ്ങളിലൂടെ സുവിശേഷ പ്രഘോഷണം കണ്ടു കാണില്ല, വട്ടായത്തിന്റെ ധ്യാനം അവർക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഒരു വിശുദ്ധരായി. അതിന്റെ കാരണം എന്താ? കുടുംബങ്ങളിൽ കൊച്ചു പള്ളികൾ അവർ കണ്ടു. അവർക്ക് വലിയ സാങ്കേതിക വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അവരുടെ കൊച്ചു വീട്ടിൽ ഗാർഹിക സഭയെ, ദൈവത്തിന്റെ കൊച്ചു പള്ളിയെ പ്രതിഷ്ഠിക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് വിശുദ്ധ അൽഫോൻസാമ്മ പാലായിൽ
കുടുംബങ്ങളിൽ നിന്ന് രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, ഇപ്പോൾ ധന്യനായ കടലിക്കാട്ട് മത്തായിച്ചൻ, ഇതൊക്കെ പറയുമ്പോൾ പിതാവിനോട് വലിയ കുഴപ്പമില്ലാത്ത ഒരു അസൂയ ഞങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായിട്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മഹാജനമേ, ഈ സത്യം നിസ്സാരമായി നിങ്ങൾ കാണരുത്. നമ്മുടെ മാതാപിതാക്കൾ ക്രിസ്തീയ ജീവിതത്തെ ഹൃദയത്തോട് ചേർത്തതിന് ദൈവം നൽകിക്കൊള്ളുന്ന അടയാളമായി നിങ്ങൾ ഇതിനെ കാണണം. നിങ്ങൾക്ക് വിലയുണ്ടോ? വിലയുണ്ടോ? നിങ്ങൾക്ക് സംശയമാണ്. പിതാവ് ഒരു ഇടയലേഖനം വഴി അവരെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ വിലയുള്ളവരാണ്. വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന കാര്യം നിങ്ങളെ കുറിച്ചല്ല ആര് പറഞ്ഞു? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിത വംശവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനത്തിൽ നിന്നല്ലാതെ വിശുദ്ധ അൽഫോൻസാമയെ കിട്ടുമോ? കിട്ടുകയില്ല. തോമസ് ലീഗയുടെ മക്കൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരണ്ട. കിട്ടുകയില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നൽകിയ ക്രിസ്തീയ വിശ്വാസ ജീവിതം വിലപ്പെട്ടതായി നിങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോൾ നിങ്ങളെ നോക്കിക്കാണുന്ന നിങ്ങൾ വിലയുള്ളവരാണ്. അത് തള്ളിക്കളയുവാൻ പാടില്ല. ലോകത്തിന്റെ മായകളിൽ മതിമറന്ന് ഈ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. എന്ന കാസറ്റിന്റെ പ്രകാശന കർമ്മം പൂർവ്വം സ്വീകരിക്കാം. പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, മലങ്കര സഭയുടെ അധ്യക്ഷൻ ബാബ തിരുമേനിക്ക് നൽകിക്കൊണ്ട് ഈ CD ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നതാണ്. ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത് ഒരാളെ പരിചയപ്പെടുത്താനാണ്. എൻ്റെ സുഹൃത്തും സിനിമ സംഗീത സംവിധായകനുമായ അഫ്സൽ യൂസഫ്. അദ്ദേഹമാണ് ഈ CD-യിലുള്ള മനോഹരമായ ഗാനങ്ങൾ സംഗീതം നൽകിയത്. അദ്ദേഹമാണ് എൻ്റെ കൂടെയുള്ളത്. അദ്ദേഹം വിഷ്വലി ചാലഞ്ചായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഈ CD വാങ്ങി കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് മനസ്സിലാവും. വളരെ മനോഹരമായി അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. ഈ CD-യുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ദൈവത്തിൻ്റെ ആ ഒരു ആത്മീയ നന്മകളെല്ലാം കൊണ്ട് ഈ ദൈവത്തിന് സമ്പന്നമാണ്. അതിനൊരു ത്യാഗം എടുക്കാനുള്ള കഴിവ്. അതുകൊണ്ട് വളരെ ത്യാഗത്തിന് കഷ്ടപ്പാട് സഹിച്ച് ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാ മുതിർന്നവരും പ്രായമുള്ളവരും രോഗികളും എല്ലാവരും ഒന്നുകൂടെ ഉറക്കെ പറ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു ശുശ്രൂഷയിലേക്ക് ഒരു ബെഞ്ചിൽ മൊത്തം ഈ സമൂഹത്തെ ഒന്ന് പ്ലസ് ചെയ്തൊന്നും പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഒരു കോൺഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെമിനാറോ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പൊതുയോഗം പോലുള്ള പൊതുയോഗമോ ഒരു പൊതു സമ്മേളനമോ അല്ല. ഇത് സഭയുടെ ഹൃദയത്തിൽ, സഭയുടെ കൂട്ടായ്മയിൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മക്കളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇവിടെ വചനത്തിന്റെ ശുശ്രൂഷ നടക്കാൻ കർത്താവ് ഈ സ്ഥലത്തെയും ഈ ദിവസങ്ങളെയും മണിക്കൂറുകളെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൊടുത്തൊരു സമൂഹത്തിൽ യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിന്റെ ശക്തി അവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോൾ ഒരുപാട് പേർക്ക് രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന അനുഭവം ഉണ്ടാവും. വേറെ കുറെ പേർക്ക് രോഗങ്ങളെ നല്ല പുഞ്ചിരി തൂങ്ങി ഏറ്റെടുക്കാനുള്ള ഒരു കൃപ കിട്ടും. ഒരു പ്രത്യേക കൃപയാണത്. അവിടുത്തെ പിതാവ് പറഞ്ഞത്, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഔന്നത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ശരിക്കും ക്ലേശങ്ങളെ സ്വീകരിക്കാൻ ഒരു കൃപ കിട്ടും.